അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഡു വി നീഡ് ടു റിന്യൂ ജുഡീഷ്യൽ തിയറി ആൻഡ് ദി മെത്തഡോളജി ഓഫ് ഡിഡക്ഷൻ അല്ലേ. അപ്പോൾ പിന്നെ മെത്തഡോളജി ഓഫ് ഡിഡക്ഷൻ അൽ മൻഹജുൽ ഇസ്തിംബാത്ത് അല്ലേ. ഇസ്തിംബാത്ത് ചെയ്തെടുക്കുക, ഒരു കാര്യം ഇങ്ങനെ കടഞ്ഞെടുക്കുക അറിയില്ല. പിന്നെ ജുഡീഷ്യൽ തിയറികളിലൊക്കെ റിന്യൂ ആവശ്യമുണ്ടോ എന്നൊരു ചർച്ചയാണ് ഇതിൽ നടത്തുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരുപാട് പണ്ഡിതന്മാർ, ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്താ പറയുന്നത്, അവർ പറയുന്നത് എന്ത്, ന്യൂ ഇജ്തിഹാദ് ഈസ് നെസസറി ടു അഡ്രസ് ന്യൂലി എമർജൻറ്റ് മാറ്റേഴ്സ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ പ്രീവിയസ്ലി അഡ്രസ്ഡ് ബൈ ക്ലാസിക്കൽ സ്കോളേഴ്സ് അല്ലേ. മുൻകാലത്ത് പണ്ഡിതന്മാർ അഡ്രസ്സ് ചെയ്യാത്ത ഇഷ്യൂസുകളിൽ പുതിയ പണ്ഡിതന്മാർ ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം മുൻകാലത്ത് സംഭവിക്കാത്ത സംഭവങ്ങളായിരിക്കുമല്ലോ, അത് പിൽക്കാലത്ത് എന്താക്കണം, അതിൽ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പിൽക്കാലത്തെ പണ്ഡിതന്മാർ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മോസ്റ്റ് ഓഫ് ദം വുഡ് ആൾസോ അഗ്രി ദാറ്റ് ന്യൂ ഇജ്തിഹാദ് മേ ആൾസോ ബി നീഡഡ് ടു റീ-എക്സാമിൻ ദി എസ്റ്റാബ്ലിഷ്ഡ് പൊസിഷൻ ഇൻ ഇസ്ലാമിക് ഫിഖ് ലെഗസി ആൻഡ് ചൂസ് ഫ്രം എമംഗ് ദോസ് പൊസിഷൻസ് വാട്ട് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ കറൻറ്റ് റിയാലിറ്റീസ് അല്ലേ. എന്താ പറയുന്നത് വെച്ചാൽ, ഇജ്തിഹാദിൽ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാവും. നമ്മളൊക്കെ സ്വീകരിച്ചു പോരുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാവും. അത് എല്ലാവരും സ്വീകരിച്ചു പോകുന്ന മെജോറിറ്റിയുള്ള ഒരു പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷൻ തന്നെ സ്വീകരിക്കണം എന്നതിനപ്പുറം ഏറ്റവും ഈ കാലഘട്ടത്തോട് ഏറ്റവും യോജിച്ച ഒരു സാധനം ഏതാണോ അതാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ മക്കാസിദ് ശരിയല്ല എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ നിലയിൽ ഇതുവരെ സ്വീകരിച്ചു പോകുന്ന ഒരു സാധനമുണ്ട്, അത് തന്നെ സ്വീകരിക്കണം എന്നില്ല. അതായിരിക്കും സാധാരണ എല്ലാവരും സ്വീകരിക്കുന്നതും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞതും. അതിനപ്പുറം ഈ കാലഘട്ടത്തിനോട് ഏറ്റവും യോജിച്ച സാധനം ഏതാണോ അതാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് a group of scholars are calling for a system approach to the juridical theory itself and overhaul of the methodology of deduction അല്ലേ. ചില പണ്ഡിതന്മാർ ചരിത്രത്തിൽ ചില പണ്ഡിതന്മാർ എന്താക്കിയിട്ടുണ്ട്, നമ്മുടെ ജൂറിഡിക്കൽ തിയറികളിൽ, നമ്മുടെ നളറിയത്തുൽ ഫിഖ്ഹിയയില്ല, ഫിഖുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിയറികളിൽ ചില എക്സാമിനുകൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്, നമ്മുടെ ഡിഡക്ഷൻ മെത്തഡോളജി, നമ്മൾ ഇസ്തിംബാത്ത് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതിൻ്റെ മെത്തഡോളജി അതിനൊന്ന് ഇസ്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ള മുൻകാല പണ്ഡിതന്മാർ ശ്രമിച്ചു. അപ്പോൾ നിലവിലുള്ള രീതിക്കപ്പുറം നമ്മളുടെ ഇസ്തിംബാത്ത് ചെയ്യുന്ന രീതിക്ക് അതീതമായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ രീതി മുൻകാല പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്നു കുറച്ച് ആളുകൾ. സ്വാഭാവികമായിട്ടും അവർ അതിൻ്റെ പേരിൽ ഒരുപാട് റെസിസ്റ്റൻസുകളിലെ ആളുകളുടെ അടുക്കൽ നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങളും മറ്റൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, those calling for tajdid al-usul are very diverse and one should not be hasty to use a broad brush in describing their proposition and let alone their intentions. I will here try to examine whether there is a need for an overhaul of the juridical theory or the science of usul fiqh അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മുൻകാലത്തുള്ള ചില പണ്ഡിതന്മാർ സാധാരണ രീതിക്കപ്പുറം ഇസ്തിംബാത്തിനെ ഒന്നുകൂടെ ഇസ്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്രമിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങൾ ആണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓവർഹോൾ ഓഫ് ദി ജൂറിഡിക്കൽ തിയറി, നമ്മളുടെ ജൂറിഡിക്കൽ തിയറി അല്ലേ, നളറിയത്തുൽ ഫിഖ്ഹിയ എന്തിൻ്റെ ആവശ്യമുണ്ടോ അത് ഇസ്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതുകൊണ്ട് തന്നെ ഉസൂലുൽ ഫിഖ് അത് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് ചില ആലോചനകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഒന്നാമത്തത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ നളറിയത്തുൽ ഫിഖ്ഹിയയിലും അതോടൊപ്പം തന്നെ ഉസൂലുൽ ഫിഖ്ഹിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത്, ഇസ്ലാമിക് സ്കോളേഴ്സ് ഈ വിഷയത്തിൽ ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇഖ്തിലാഫിലാണ്. ഓൾവേസ് ഡിസ്അഗ്രീഡ് ഓവർ ഇഷ്യൂസ് പെർട്ടൈനിങ് ടു ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകാഭിപ്രായക്കാരല്ല, വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഇമാം അഹമ്മദ് എന്നവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹു അവർ ക്ലെയിംഡ് എ കൺസെൻസസ് ഹാഡ് ലൈഡ് അല്ലേ. ഒരാൾ പറയുകയാണെന്ത്, ഇജ്മാ ഉണ്ട്,
എല്ലാ പണ്ഡിതന്മാരും ഏകപക്ഷമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ടോ ഫിഖുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ കള്ളം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്താഭിപ്രായം ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇബ്നു റുഷ്ദ് എന്നവർ മുമ്പയുടെ ഒരു കിതാബുണ്ട്. അതാണ് ഫസ്ലുൽ മജാലി വത്തഖരീർ മഅ ബയാനി ശരിഅത്തി വൽ ഹിക്മ അല്ലേ മിനൽ ഇത്തിസാൽ എന്ന ഒരു ഗ്രന്ഥത്തിൽ, വലിയ പേരുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ മൂപ്പർ പറയുന്നുണ്ട് ഹാർമണി ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ഫിലോസഫി. അപ്പോൾ മതവും ഫിലോസഫിയും. അപ്പോൾ മതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകൾക്ക് എല്ലാ നിയമങ്ങൾക്ക് പിന്നിലും ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു തത്വമുണ്ട്, ഒരു ഫിലോസഫി ഉണ്ട്. അത് തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നാണ് ഇബ്നു റുഷ്ദ് എന്നവർ പറയുന്നത്. അൽ തൂഫി എന്നവരെന്താ പറയുന്നത്, പിന്നെ മസ്ലഹത്ത്, നമ്മുടെ നിയമങ്ങളിലൊക്കെ മസ്ലഹത്തിനല്ലേ, അതായത് ആളുകൾക്ക് ഗുണം ഏതാണ്, അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ എന്താണോ പിന്നെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയ സാധനം അതാണ് സ്വീകരിക്കുക. മസ്ലഹത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില ഉദാഹരണങ്ങളിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഫോർ എക്സാമ്പിൾസ് ഓഫ് ഓൺ ഗോയിങ് തജ്ദീദ് ഇൻ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് അല്ലേ. അപ്പോൾ മക്കാസിദ് ശരിയയിൽ ഉസൂൽ ഫിഖിൽ പിന്നെ തജ്ദീദ് സംഭവിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മസ്ലഹത്തിനനുസരിച്ച് നിയമങ്ങൾ വരുന്നത് എന്ന് പോലത്തെ വാക്കുകളുണ്ടല്ലോ. പിന്നെ എല്ലാവരും ഒരു അഭിപ്രായത്തിലാണെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ കള്ളം പറഞ്ഞിരിക്കുന്ന പോലത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, അതായത് മോസ്റ്റ് സ്യൂട്ടബിളായ സാധനം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നമുക്കതൊന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ it is obvious then that the science of usul fiqh was not meant to be closed system അല്ലേ. അതായത് പിന്നെ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. പിന്നെ അതെന്താണ്, സിൻസ് ദാറ്റ് മേക്സ് സബ്ജക്റ്റ് ടു സ്റ്റാഗ്നേഷൻ ആൻഡ് ഡിമൈസ് അല്ലേ. അതെന്താണ് പിന്നെ this author posits here that there is no need to overhaul the science of usul fiqh. It is solid structure with remarkable flexibility. It's our failure to utilize this flexibility അല്ലേ. അതായത് നമ്മുടെ ഈ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അതെന്തല്ല, ഇങ്ങനെ ഒരു ഇരുമ്പോൽക്കല്ല, ഒരു പിന്നെ മാറാത്തൊരു സാധനമല്ല. മറിച്ച് ഉസൂൽ ഫിഖിൽ എന്താണ് ഓവർഹോൾ ആവശ്യമുണ്ട്, അതിൽ ഇസ്ലാഹ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇറ്റ്സ് എ സോളിഡ് സ്ട്രക്ചർ വിത്ത് റിമാർക്കബിൾ ഫ്ലെക്സിബിലിറ്റി അല്ലേ. അത് സുതാര്യതയുള്ള ഒരു സോളിഡായിട്ടുള്ള സ്ട്രക്ചറാണ്. സുതാര്യത എന്നാൽ പിന്നെ ഇരുമ്പോൽക്കല്ല എന്നർത്ഥം സുതാര്യത എന്നാൽ. അപ്പോൾ സുതാര്യത ഉള്ള ഒരു സോളിഡായിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഫ്ലെക്സിബിലിറ്റിയെ, അതിൻ്റെ ഒരു സുതാര്യതയെ അല്ലേ, അത് ഉപയോഗിക്കാൻ നമ്മൾക്ക് എന്താണ് പരാജയപ്പെട്ടതാണ് പലപ്പോഴും പ്രശ്നം. അപ്പോൾ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ മാറാത്തൊരു സാധനമല്ല, അതിൻ്റെ ഒരു ഫ്ലെക്സിബിളായ സാധനമാണ്. ആ ഫ്ലെക്സിബിലിറ്റിയെ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു എന്നതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ആൻഡ് ഡിസ്കവർ ഇസ് തജ്ദീദ് എനാബ്ലിംഗ് പ്രിൻസിപ്പിൾ ദാറ്റ് മേക്ക് some of us hostility desire to overhaul it. What we really need is learn incremental renewal in the science. Having said that, one must admit that there have been positions sometimes adopted by majority അല്ലേ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ എന്താണ് ഉസൂലുൽ ഫിഖിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ ആവുന്നതാണ് കാലത്തിനനുസരിച്ച്. പക്ഷെ അത് എന്താവാൻ പാടില്ല, പിന്നെ ഇൻക്രിമെൻ്റൽ റിന്യൂവൽ ആവാൻ പാടില്ല, പെട്ടെന്നൊരു മാറ്റം. ഓക്കെ, അത് പറ്റൂല. പിന്നെ എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ തജ്ദീദ് തദ്രീജി എന്നറിയും അല്ലേ. അതായത് ഗ്രാജുവലി ക്രമേണയുള്ള മാറ്റങ്ങളാണ് അതിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, having one admit that have been sometimes adopted by the majority that cause some stagnation, rigidity in juridical theory and its practical use അല്ലേ. പലപ്പോഴും നമ്മൾ പിന്നെ മെജോറിറ്റിയെ പിന്നെ മുഅല്ലമിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ മുഅല്ലം എന്ത് ലോയിലാണ് എത്തുന്നത് അത് മാത്രം ആശ്രയിക്കും കൂടുതൽ ആളുകളും. അത് പലപ്പോഴും അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ പലപ്പോഴും അസ്ഥിരതയും റിജിഡിറ്റിയും ഒക്കെ കൊണ്ടുവരും. മനസ്സിലായില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിഖിൻ്റെ ഉസൂലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ ആളുകൾ എന്താണോ പറയുന്നത് അത് മാത്രം സ്വീകരിക്കുന്നു. പലപ്പോഴും അങ്ങനെ കൂടുതൽ ആളുകൾ പറഞ്ഞത് മാത്രം സ്വീകരിച്ചാൽ അത് മുഖാന്തരം റിജിഡിറ്റി, നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരുതരം പിന്നെ ഇടുങ്ങിയ ഒരു അവസ്ഥ വരുന്നതാണ്. അതോടൊപ്പം തന്നെ സ്റ്റാഗ്നേഷൻ, അസ്ഥിരത, അത് മുന്നോട്ട് പോകാത്തൊരവസ്ഥ വരുന്നു. This position will mainly in the domain of ijtihad. I will start here by addressing some of those positions and their impact on the development of the law അല്ലേ. അപ്പോൾ ഇതെന്താണ് ഈ ഡൊമൈൻ ഓഫ് ഇജ്തിഹാദ് അല്ലേ.
ഇത് പിന്നെ ഉണ്ടാക്കി വെച്ച പ്രശ്നം എന്താണ്? ദോസ് പൊസിഷൻ ആൻഡ് ദർ ഇമ്പാക്റ്റ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലോ അല്ലേ. അപ്പോൾ അതായത് പിന്നെ ഇങ്ങനെ ഒരു പിന്നെ റിജിഡായ രൂപം ഉണ്ടാക്കുന്നത് കൂടി നമ്മളുടെ ലോകളെ നിയമങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഉസൂൽ ഫിഖിയിൽ റിജിഡായ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അത് മുഖാന്തരം പിന്നെ നമ്മൾ നിയമങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കണമല്ലോ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. I will talk about the existing flexibility within the science of usul fiqh that should be used to serve the purpose of adaptation and renewal of our religious discourse. അല്ലേ, ഇവിടെ നമ്മൾ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നിലവിലുള്ള ഉസൂലുൽ ഫിഖിൽ അതിൽ തന്നെ എന്തുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതിൽ സുതാര്യതയുണ്ട്. ആ സുതാര്യതയിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, പിന്നെ പർപ്പസ് ഓഫ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തെക്കയ്യുഫ് അല്ലേ, ഒന്നിനോ പിന്നെ നമ്മുടെ ഒരു അഡാപ്റ്റ് ചെയ്യുക, ഓരോ രീതിയെ സ്വീകരിക്കാം. അപ്പോൾ പിന്നെ ഓരോ കാലഘട്ടത്തിനും യോജിച്ച രൂപത്തിൽ പിന്നെ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വിധത്തിലുള്ള പിന്നെ ഉസൂലുൽ ഫിഖാണുള്ളത്. മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഉസൂലുൽ ഫിഖിൽ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, റിജിഡിറ്റി അല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റിയിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, ഓരോ കാലഘട്ടത്തെയും യോജിച്ചെടുത്ത് അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിലേക്കാണ് ഞാൻ എന്താക്കുന്നത്, ഇതിൽ വിരൽ ചൂണ്ടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ചേഞ്ച് ആവശ്യമുള്ള ചിലതിലേക്ക് ഞാൻ എന്താക്കും, ഞാൻ അതിലേക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നു. ഐ വിൽ സജസ്റ്റ് സം ഏരിയാസ് വേർ ചേഞ്ച് മേ ബി ഡിസൈറബിൾ. അപ്പോൾ ചേഞ്ച് ആവശ്യമുള്ള പിന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള പിന്നെ ചില ഏരിയകൾ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യാണ്. ഇതിലേക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കണ്ട. ഇൻഷാ അല്ലാഹ്.